ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ശ്രീ നെടുവട്ടുംകാവിൽ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ തിറ മഹോത്സവം 15, 16, 17, 18 ദിവസങ്ങളിലാണ്. അതായത് രണ്ടാമത്തെ വിഷുവിന് വൈകുന്നേരം 4:15 കൊടിയേറ്റം. അപ്പം എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം ക്ഷേത്രത്തിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് നിർമ്മലും കൂടിയിട്ട് ഇങ്ങനെ നെടുവട്ടുംകാവിലെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. നിമ്മി, എനിക്ക് ഈ സ്ഥലം ഏതാണെന്നറിയോ? എന്താ പേര് നിനക്കറിയാമോ? ഈ സ്ഥലത്തിന് എന്താ പറയുക? ഇതാണ് നാർത്താങ്കോട്ട. നാർത്താങ്കോട്ട എന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ പാമ്പുകളെല്ലാം വസിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും പോകാറൊന്നുമില്ല. പാമ്പുകൾ മാത്രമല്ല, കുറേ ഐതിഹ്യങ്ങളുണ്ട്. എന്താ നല്ല മനോഹരമായ കാടുകളുടെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ തലശ്ശേരിയിൽ എരഞ്ഞോളി വാടിൽപ്പടി എന്ന സ്ഥലത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വിഷ്ണുമൂർത്തി തറ. ഇവിടെയാണ് വിഷ്ണുമൂർത്തിയുടെ തെയ്യം. ഇവിടെയാണ് വിഷ്ണുമൂർത്തി തറ കെട്ടിയായിരുന്ന സ്ഥലം. ഇവിടെയാണ് തുടക്കം. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ പോകുന്നത് നെടുവട്ടുംകാവിൻ്റെ താഴേക്കാവിലേക്കാണ്. കാരണം വെച്ചാൽ ഇതിലൂടെയാണ് നമ്മുടെ കലശങ്ങൾ വരിക. ഈ താഴേക്കാവ് വഴിയാണ് കലശങ്ങൾ മേലേക്കാവിലെത്തുക. ഞാനും നിർമ്മലും കൂടിയിട്ട് താഴേക്കാവിൽ എത്താൻ പോവുകയാണ്. കുറേ ദൂരമൊന്നുമില്ല, തൊട്ടടുത്തന്നെ ഈ താഴേക്കാവ്. ഇവിടെ അന്ന് ലാസ്റ്റ് ദിവസം കൂടിയാട്ടം ഉണ്ടാവും, ദൈവങ്ങളെ കൂടിയാട്ടം. അത് ഈ താഴേക്കാവുന്നതാണ്. അതായത് 18-ാം തീയതി ലാസ്റ്റ് വൈകുന്നേരം മുടിയെല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം എല്ലാ ദൈവങ്ങളും കൂടിയിട്ട് കൂടിയാട്ടമുണ്ട്. അത് കാണാൻ നല്ലൊരു രസമാണ്. അപ്പോൾ വരുന്ന കൂട്ടർ അതും കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. അതിമനോഹരമായ ഒരു കൂടിയാട്ടം. അപ്പോൾ നമ്മൾ താഴേക്കാവിലെ കാവാണിത്. ഇത് കാർണവർ തെയ്യം കെട്ടിയാടുന്ന പള്ളിയറയാണ്. ഇവിടെ നിന്നാണ് കാർണവർ തെയ്യം കെട്ടിയാടുന്നത്. ഭഗവതിയുടെ തിരുമുടിയുടെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 1001 കുരുത്തോലകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, എരഞ്ഞോളിയിലെ ഏറ്റവും വലിയ തിരുമുടിയാണ്. ഇതിൻ്റെ പണി തുടരുകയാണ്. 2 ദിവസം വേണം ഇതിൻ്റെ പണി തീർക്കും. ഇതാണ് നമ്മുടെ ശാസ്ത്രപ്പൻ കെട്ടിയാടുന്ന സ്ഥലം. ശാസ്ത്രപ്പൻ തിറ, അതായത് നമ്മൾ കുട്ടിച്ചാത്തെന്ന് പറയും. നമ്മളന്ന് കുട്ടിച്ചാത്തെന്ന് പറയുക. ശാസ്ത്രപ്പൻ തിറ കെട്ടിയാടുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ശാസ്ത്രപ്പൻ്റെ തിറകൾ നടക്കുന്നത്. ഇതാണ് നമ്മളെ നെടുങ്കോട്ടുകാവിൻ്റെ തറവാട് വീടാണ്. ഇതിൻ്റെ ഇപ്പോൾ അവകാശി രവി മാസ്റ്ററാണ്. ഇത് കുറച്ച് ഒരു കൊല്ലം മുന്നേ പുതുക്കിപ്പണിതാണ്. ഇത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ്, ഇരിപ്പിടമാണ്. അതിൻ്റെ ബാക്കിലാണ് നാർത്താങ്കോട്ട. നാർത്താങ്കോട്ട എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നാർത്താങ്കോട്ട ചുറ്റിയിട്ടാണ്, ഇതുവഴിയാണ് ഈ മുടി വരിക. മുടിയും കലശങ്ങളും ബാക്കി എല്ലാ തെയ്യങ്ങളും ഇതിലൂടെയാണ് വരിട്ട് ഈ തിരുമുറ്റത്തെത്തുക. ഇതാണ് വസൂരമലേൻ്റെ തറ. വസൂരമല ഇവിടെ എല്ലാവർക്കും ഇരിക്കുന്ന നല്ല സൗകര്യമുണ്ട്. തറ കാണാൻ സൗകര്യമുണ്ട്. അതിമനോഹരമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കാവിലെ അരയാൽ. എത്രയോ വർഷം പഴക്കമുള്ള ഈ അരയാൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ കുറേ എന്താ പറയുക, മരങ്ങൾ പണഞ്ഞ് കിടക്കുന്ന ഒരു അരയാൽ മരമാണ്. നല്ല ഭംഗിയാണ്. നല്ല കാറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. നല്ല തണുപ്പും കിട്ടും. എന്തുകൊണ്ടോ നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എല്ലാവരും വരണം. ഇതുപോലത്തെ അരയാൽ തറെല്ലാം കണ്ട് നമുക്ക് ഇവിടെ തിരയാൽ ആഘോഷിച്ച് അടിപൊളിയിൽ പോവാം. ഓക്കെ. ഇതാണ് ഗുളികൻ ദൈവം കിട്ടുന്ന സ്ഥലം. ഇതാണ് ഗുളികൻ്റെ തറ. ചെമ്പകത്തിൻ്റെ അടിയിലാണ് ഈ തറയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ താഴേക്കാവ്. മറ്റേത് മേലേക്കാവ്. ഇത് താഴേക്കാവാണ്. കാവിലെ പള്ളിയറയാണിത്. ഇവിടെ ചെറിയ ഭഗവതി കുടികൊള്ളുന്നു. ഇവിടെ നിന്നാണ് കൂടിയാട്ടം. ഈ തറയെടുക്കുന്നത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം. ഇവിടെ കിണറുണ്ട്, തറകളുണ്ട്. ഇതാണ് നമ്മുടെ ഭഗവതിയുടെ
ഇവിടെയാണ് നമ്മുടെ ചന്തകളുണ്ടാവുക. ഐസ്ക്രീമും കൂൾ ബാറുകളും പിന്നെ ചായയും അങ്ങനത്തെ പലഹാരങ്ങളും വെക്കുന്നത്. ഇതാണ് നമ്മുടെ കാവിലെ സ്റ്റേജ്. നൃത്യങ്ങളും നാടകങ്ങളും ഗാനമേളകളും ഇറങ്ങിയിരുന്നു. 17-ാം ദിവസമല്ലേ അത് ഗാനമേള? 17-ാം തീയതിയാണ് ഇവിടെ ഗാനമേള. 17-ാം തീയതി ഗാനമേളയുണ്ട്. പിന്നെ 15-ന് കളരിപ്പറ്റുണ്ട്. നൃത്യങ്ങളുണ്ട്. വസൂരമാലയുടെ കറിയാണിത്. അതിമനോഹരമായ തെയ്യാണ് വസൂരമാല എന്ന് പറഞ്ഞാൽ. ബോധിത്തെറിയും ഇപ്പോൾ തന്നെ ഒരു വസൂരമാല എല്ലാവരും കൂക്കി വിളിച്ചും. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വസൂരിമാല, ബോധിത്തെയ്യം. അതുപോലെ കണ്ടകർണത്തറ. ഇത് രണ്ടും അതിമനോഹരമായ തറയാണ്. അങ്ങനെ കുട്ടികൾ വലിയവൾക്കും ഹരം കൊള്ളിക്കുന്നല്ലേ, ഭയങ്കര ആവേശമായിരിക്കും. അതെന്താ വിളിച്ചും ആർത്ത് വിളിച്ചും അതൊന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ തെയ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് കാണണം എന്തായാലും. കാരണം വെച്ചാൽ അത്ര മനോഹരമായ തെയ്യങ്ങളാണ് അതെല്ലാം. പിന്നെ പക്ഷേ കണ്ടകർണം 5 മണിക്കല്ല. കണ്ടകർണം പൊളിച്ചക്കറണം. പക്ഷേ ഇറങ്ങുന്നത് കഴിക്കുന്നത് ലേറ്റ് ആവും. ഇറങ്ങുന്നത് 5 മണിക്കാണെങ്കിലും ഏറ്റവും ലേറ്റായിട്ട് ചെയ്യുന്നത് അതെന്താ എന്താ കാരണം വെച്ചാൽ പിന്നെ 5 മണിക്ക് ഇറങ്ങുന്ന വെച്ചാൽ ചുറ്റും മറ്റേ ഇത് കെട്ടണ്ടേ, ചൂട്ടൊക്കെ എത്തിച്ചിട്ടല്ലേ കണ്ടകർണം ഇറങ്ങുന്നത്. കുളികൻ്റെ കഴിഞ്ഞപ്പോൾ കണ്ടകർണം ഇറങ്ങുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്ഥലം നോക്കും നമ്മൾ കാവാണ്. അപ്പോൾ എല്ലാവരും ഈ കാവിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു എരഞ്ഞോളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രം തോന്നുന്നു നെടുങ്കോട്ടുകാവ് അല്ലേ? അതെ, അതായത് 4 ദേശക്കാരും പിന്നെ ഉള്ള ക്ഷേത്രമായിരുന്നു. 4 ദേശക്കാർ ചോനാടം, കൊളശ്ശേരി, പെരുന്താറ്റിൽ, പിന്നെ അതുപോലെ പിന്നെ വാടിയിൽപ്പിടി. ഈ 4 ദേശക്കാരെയും ഉത്സവമാണ് ഈ തൃശ്ശൂർകുണ്ടൻകാവ്. അത് നമുക്ക് വിഷു വന്നു കഴിഞ്ഞ് പോയ സങ്കടമില്ല. കാരണം വെച്ചാൽ വിഷുവിൻ്റെ 2ാം ദിവസമാണ് നെടുങ്കോട്ടുകാവ്. അതുകൊണ്ട് നമുക്ക് വിഷു തീർന്നാൽ നമുക്ക് സങ്കടമില്ല. നെടുങ്കോട്ടുകാവ് ഉണ്ടല്ലോ നമുക്കൊരു പണ്ട് ചെറുപ്പം മുതലേ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. അതെ 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 അതെ, വിഷുവോടനുബന്ധിച്ചല്ലേ. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷണിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഇവിടെ ഗുളികന്തര കാണാൻ രാത്രി കിടന്നുറങ്ങിയിട്ട് കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അതെ, അതൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു. നല്ല കാലഘട്ടം. കാരണം കലശം കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പോവില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങുക. ഗുളികന്തര മാത്രമല്ല വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അതിലൊരു നല്ല രസമുള്ള കാര്യം, മഴ വരുന്ന ലക്ഷണം കാണുന്നുണ്ട് നിർമ്മലെ. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നും പിന്നെ മട്ടൂരിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോനാട് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 30 റുപ്യൻ്റെ ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെടുങ്കോട്ടുകാവ് എത്തും. അപ്പോൾ ഓക്കെ, ഒരിക്കലും മിസ് ചെയ്യേണ്ട. പറ്റുമെങ്കിൽ എല്ലാവരും വരിക. ഓക്കെ, ശരി. കാവിലെ കോവിലിൽ വാഴും ഭഗവതിയെ, നീടുങ്ങോട്ടും കാവിലെ കോവിലിൽ വാഴും ഭഗവതിയെ, നിന്നാണ്ടുതിര ഉത്സവം കൂടാൻ ഞാനും വന്നെത്തിയമ്മേ. നിന്നാണ്ടുതിര ഉത്സവം കൂടാൻ ഞാനും വന്നെത്തിയമ്മേ. ഞാനും വന്നെത്തിയമ്മേ. തെയ്യങ്ങളാടിത്തിമിർക്കും തിരുമുറ്റം ആർപ്പു വിളിച്ചു കലശങ്ങളെത്തി. തെയ്യങ്ങളാടിത്തിമിർക്കും തിരുമുറ്റം ആർപ്പു വിളിച്ചു കലശങ്ങളെത്തി. വർണ്ണപ്പൊലിമയായ കാഴ്ചകളും അങ്കനമാറും നിറഞ്ഞാടി ഭക്ത്യാ. നിൻ കാവിലെ കോവിലിൽ ഉത്സവം